തുടങ്ങാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് ഏതാണ്? സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ എന്താണ് ആരോഗ്യം എന്താണ്? നമ്മൾ ആരോഗ്യത്തിനെ ബേസ് ചെയ്തിട്ടല്ലേ രോഗങ്ങൾ വരുള്ളൂ. അപ്പോൾ എന്താണ് ആരോഗ്യം? ശാരീരികവും മാനസികവും സാമൂഹികവുമായ പൂർണ്ണ സുസ്ഥിതിയാണ് എന്തോന്ന് ആരോഗ്യം. ആരോഗ്യത്തെ ബാധിക്കുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ്? രോഗബാധ, ജനിതക വൈകല്യങ്ങള്, രോഗാണുബാധ, ജീവിത ശൈലികൾ, ഇതെല്ലാം എന്തിനെ ബാധിക്കും? ആരോഗ്യത്തെ ബാധിക്കും. ഇനി രോഗങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആദ്യം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് എന്നാണ്? 1948 ഏപ്രിൽ 7. ലോകാരോഗ്യ സംഘടന ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ ദിനം എന്നാണ്? ഏപ്രിൽ 7. ആന്റിബയോട്ടിക് ആദ്യമായി നിർമ്മിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പിന്നെ ആദ്യമായി വികസിപ്പിച്ച വാക്സിനോ? വസൂരി വാക്സിൻ കണ്ടെത്തിയത് ആരാണ്? എഡ്വേർഡ് ജെന്നർ. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്തമാക്കിയ രാജ്യമായി പ്രഖ്യാപിച്ച വർഷം? 93 അല്ല, 2014 മാർച്ച് 27. അപ്പൊ പോളിയോ ദിനം എന്നാണ്? ദേശീയ അല്ല, ഒക്ടോബർ 24. ലോക പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24. ഇന്ത്യയിലാണ് എന്ത്? ഒക്ടോബർ 24. മറ്റത് ഇന്ത്യയാണ് എന്ത് വിമുക്തമാക്കിയത്? പോളിയോ വിമുക്തമാക്കിയത്. അത് 2014 മാർച്ച് 27. ലോക പോളിയോ ദിനം എന്നാണ്? ഒക്ടോബർ 24. ഇനി രോഗകാരികൾ അറിയപ്പെടുന്ന എങ്ങനെയാണ്? പാത്തോജൻസ്. രോഗകാരികൾ അറിയപ്പെടുന്നത് പാത്തോജൻസ്. അപ്പൊ രോഗങ്ങളെ കുറിച്ചുള്ള പഠനം പാത്തോളജി. രോഗങ്ങളെ പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. എങ്ങനെ? പകരുന്നവയും പകരാത്തവയും. അപ്പൊ പകരുന്ന രോഗങ്ങൾ എങ്ങനെയായിരിക്കും? നമുക്കറിയാം, വൈറസ് വഴി, ബാക്ടീരിയ, ഫംഗസ്, പ്രോട്ടോസോവ, വിര, ഇതുമൂലമുള്ള രോഗങ്ങളാണ് എന്ത് ചെയ്യുന്നത്? പകരുന്നത്. അപ്പൊ പകരാത്ത രോഗങ്ങളോ? ജനിതക രോഗങ്ങള്, ജീവിതശൈലി രോഗങ്ങള്, അപര്യാപ്തത രോഗങ്ങള്, പാരമ്പര്യ രോഗങ്ങള്, തൊഴിൽജന്യ രോഗങ്ങളൊന്നും എന്ത് ചെയ്യില്ല? പകരൂല. അപ്പൊ നമുക്ക് ഇതിൽ ഓരോന്നിനെയും കുറിച്ച് പഠിക്കാനുണ്ട്. ഓരോന്നും എങ്ങനെയാണ്, ഏതൊക്കെയാണ് കൊണ്ടുവരുന്നത്, അങ്ങനെയൊക്കെ. അപ്പോൾ രോഗകാരികളായ സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്നത് മൂലമുണ്ടാവുന്നതും ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതുമായ രോഗങ്ങളാണ് എന്തോന്ന്? സാംക്രമിക രോഗങ്ങൾ. അപ്പൊ സാംക്രമിക രോഗങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞാൽ എന്തൊക്കെ പറയാം? ഡെങ്കിപ്പനി, ചിക്കുൻഗുനിയ, COVID-19. ഇതൊക്കെ നമ്മൾ COVID-19 ഒരുപാട് ബുദ്ധിമുട്ടിയതാണ്. ഇതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്? സാംക്രമിക രോഗങ്ങൾ. ഇനി നമ്മൾ ആദ്യം പറയുന്നത് ബാക്ടീരിയ രോഗങ്ങളെ കുറിച്ചാണ്. എന്താണ് ബാക്ടീരിയ? വ്യക്തമായ ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളാണ് ബാക്ടീരിയ. ഇത് ഓരോ ബാക്ടീരിയയും ഓരോ തരത്തിലാണ്. നല്ല ബാക്ടീരിയ ഉണ്ട്. നല്ല ഒരു ബാക്ടീരിയയുടെ പേര് പറഞ്ഞു? സൂപ്പർ ബഗ്. കപ്പലുകളുടെ എണ്ണ ചോർച്ച ഉള്ള ബാക്ടീരിയയാണ് സൂപ്പർ ബഗ്. എണ്ണയും കഴിച്ച് തീർക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങള് എളുപ്പം പഠിക്കാൻ വേണ്ടി ഒരു കോഡ് പറയാം. കോഡ് ചിലപ്പോൾ ലെങ്തി ആയിരിക്കും, എന്നാലും അവരവർക്ക് ഇഷ്ടമുള്ള കോഡ് വെച്ച് പഠിക്കാം. ഒരു കോഡ് ഞാൻ പറയാണ്. LTT അറിയാലോ, മറ്റേ ശ്രീലങ്കയിലൊക്കെ ഉണ്ടായ ഒരു തീവ്രവാദ സംഘടന എന്തോ ആണ് അല്ലേ LTT. അങ്ങനെ ഓർക്കണ്ട. LTTE യുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന PC കൊടുത്തു. DGP പോലീസിലെ വലിയ മേധാവി. PC അറിയാമല്ലോ, കോൺസ്റ്റബിൾ. അപ്പൊ DGP ബോട്ടിലിരിക്കുന്ന ഒരാർക്ക് കൊടുത്തു? PC കൊടുത്തു. അപ്പൊ LTTE. അപ്പൊ LTTE L എന്താണ്? ലെപ്രസി. T ട്യൂബർക്യുലോസിസ്. പിന്നെ ഒരു T ഉണ്ട്, അത് ടൈഫോയിഡ്. E എന്താണ്? എലിപ്പനി. അപ്പൊ ആ 4 ഓർക്കാം. L ലെപ്രസി, ട്യൂബർകുലോസിസ്, ടൈഫോയിഡ്, E എലിപ്പനി. അടുത്ത് ഇനി സ്റ്റാമ്പ്. LTTയുടെ സ്റ്റാമ്പ് അല്ലേ കൊടുത്തത്? സ്റ്റാമ്പിലെ S എന്തുവാണ്? സിഫിലിസ്. അടുത്ത് വീണ്ടും T ഉണ്ട്, ടെറ്റനസ്. ഏത് T വേണോ എവിടെ വേണോ കൊടുക്കാൻ കുഴപ്പമില്ല. അടുത്ത A അതാണ് സ്റ്റാമ്പിന്റെ A, ആന്ത്രാക്സ്. പിന്നെ M മാൾട്ടാപ്പനി, P പ്ലേഗ്. അപ്പം ലെപ്രസി, ട്യൂബർക്യുലോസിസ്, ടൈഫോയിഡ്, എലിപ്പനി, സിഫിലിസ്, ടെറ്റനസ്, ആന്ത്രാക്സ്, മാൾട്ടാപ്പനി, പ്ലേഗ്. അടുത്ത് DGPയിലെ D ഡിഫ്തീരിയ, ഗൊണേറിയ. P എന്താണ്? പെർട്ടൂസിസിന്റെ വേറൊരു പേര് വില്ലൻ ചുമ. അടുത്ത ബോട്ടിലിരുന്ന ബോട്ടുലിസം. P എന്തുവാണ്? PCക്ക് കൊടുത്തുവിന്റെ PC, P ന്യൂമോണിയ. C എന്തുവാണ്? കോളറ.
അപ്പൊ പിടികിട്ടിയല്ലോ, ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. കോഡ് മാത്രം കോഡ് LTTE യുടെ സ്റ്റാമ്പ്, LTTയുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന PC-ക്ക് കൊടുത്തു. ഒന്നുകൂടെ ആ രോഗങ്ങൾ പറയാം. ലെപ്രസി, ട്യൂബർക്യുലോസിസ്, ടൈഫോയിഡ്, ഏതായാലും കുഴപ്പമില്ല. ആദ്യം പറയണം, പിന്നെ പറയരുത്, അത്രേ ഉള്ളൂ. ടൈഫോയിഡ്, എലിപ്പനി, സിഫിലിസ്, ടെറ്റനസ്, ആന്ത്രാക്സ്, മാൾട്ടാപ്പനി, പ്ലേഗ്, ഡിഫ്തീരിയ, ഗൊണേറിയ, പെർട്ടൂസിസ്, പിന്നെ ബോട്ടുലിസം, ന്യൂമോണിയ, ഇനി ഇതിൽ ഓരോന്നും ഏത് ബാക്ടീരിയ കാരണമാണ് ഉണ്ടാകുന്നത് നോക്കാം. ഡിഫ്തീരിയ ഏത് ബാക്ടീരിയ ആയിരിക്കും? ഡിഫ്തീരിയ, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയേ. ഏതാണ്? കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയേ. അടുത്ത വില്ലൻ ചുമയോ? ബോർഡല്ല പെർട്ടൂസിസ്. നമുക്കറിയാലോ, പെർട്ടൂസിന്റെ വേറൊരു പേര് ആണ് എന്തോന്ന്, വില്ലൻ ചുമ. അപ്പൊ ആ പെർട്ടൂസിസിലുണ്ട് വില്ലൻ ചുമ, ബോർഡല്ല പെർട്ടൂസിസ്. അടുത്ത പ്ലേഗ് ആണെങ്കിലോ എർസീനിയ പെസ്റ്റിസ്. എർസീനിയ പെസ്റ്റിസ്. എലിപ്പനിയോ ലെപ്റ്റോസ്പൈറ ഇക്ടോഹെമറേജിയ. ലെപ്റ്റോസ്പൈറ ഇക്ടോഹെമറേജിയ. അടുത്ത ഗൊണേറിയ നിസേറിയെ ഗൊണേറിയെ. ലിസേറിയ ഗൊണേറിയെ. അപ്പൊ ഈ 4 എണ്ണം നോക്കാം. ഡിഫ്തീരിയ, കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. വില്ലൻ ചുമ ബോർഡെല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമ അല്ലെങ്കിൽ പെർട്ടൂസിസ് എന്തുവാണ്? ബോർഡെല്ല പെർട്ടൂസിസ്. പ്ലേഗ് എസ്തീനിയ പെസ്റ്റിസ്. എർസീനിയ പെസ്റ്റിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ടോഹെമറേജിയ. ലെപ്റ്റോസ്പൈറ ഇക്ടോഹെമറേജിയ. ഗൊണേറിയ നിസേറിയ ഗൊണേറിയെ. ഗൊണേറിയെ. അടുത്ത കോളറ വിബ്രിയോ കോളറ. വിബ്രിയോ കോളറെ അല്ലെ കോളറെ. ഒരു എ സൗണ്ട് എല്ലാത്തിലും കാണും. കോളറ, ഈ വിബ്രിയോ കോളറെ. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയം ട്യൂബർകുലോസിസ് ആണല്ലോ, അപ്പൊ മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അടുത്ത കുഷ്ഠമാണെങ്കിലോ മൈക്കോബാക്ടീരിയം ലെപ്രേ. ലെപ്രസി ആണല്ലോ കുഷ്ഠം, അപ്പം മൈക്കോബാക്ടീരിയം ലെപ്രേ. ടെറ്റനസ് ആണെങ്കിലോ ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടൈഫോയിഡ് സാൽമണല്ല ടൈഫി. ടൈഫോയിഡ് സാൽമണല്ല ടൈഫി. ഒന്നുകൂടെ പറയാം. കോളറ വിബ്രിയോ കോളറെ. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. കുഷ്ഠം മൈക്കോബാക്ടീരിയം ലെപ്രേ. ടെറ്റനസ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടൈഫോയിഡ് സാൽമണല്ല ടൈഫി. അടുത്ത സിഫിലിസോ സിഫിലിസ്, ട്രിപ്പനോമ പലേഡിയം. ട്രിപ്പനോമ പലേഡിയം. ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്. തൊണ്ടകാറൽ സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ്. നമ്മൾ സ്ട്രെപ്സിന് തൊണ്ട ഒരുമാതിരി സ്ട്രെപ്സ് കഴിക്കുമല്ലോ, അപ്പൊ അത് വെച്ച് ഓർത്താലും മതി. സ്ട്രെപ്റ്റോകോക്കസ്. അടുത്ത ഭക്ഷ്യ വിഷബാധയ്ക്ക് കാരണം ഏതാണ്? സാൽമണല്ല, സ്റ്റെഫലോകോക്കസ്, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. ഇതെല്ലാം ബോട്ടുലിസം പറഞ്ഞല്ലോ, അപ്പൊ ഇതെല്ലാം ഭക്ഷ്യ വിഷബാധയ്ക്ക് കൊണ്ടുവരുന്ന ബാക്ടീരിയാസ് ആണ്. സാൽമണല്ല, സ്റ്റെഫലോകോക്കസ്, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. അപ്പൊ ഇപ്പൊ പറഞ്ഞ ഒന്നുകൂടെ പറയാം. ഡിഫ്തീരിയ കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. കൊറൈൻ ബാക്ടീരിയം ഡിഫ്തീരിയെ. അടുത്ത വില്ലൻ ചുമ ബോർഡെല്ല പെർട്ടൂസിസ്. ബോർഡെല്ല പെർട്ടൂസിസ്. അടുത്ത പ്ലേഗ് എർസീനിയ പെസ്റ്റിസ്. എർസീനിയ പെസ്റ്റിസ്. അടുത്ത എലിപ്പനി ലെപ്റ്റോസ്പൈറ ഇക്ടോഹെമറേജിയ. ലെപ്റ്റോസ്പൈറ ഇക്ടോഹെമറേജിയ. അടുത്ത ഗൊണേറിയ നിസേറിയ ഗൊണേറിയെ. കോളറ വിബ്രിയോ കോളറെ. ക്ഷയം മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ്. അടുത്ത കുഷ്ഠം മൈക്കോബാക്ടീരിയം ലെപ്രേ. ടെറ്റനസ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ടൈഫോയിഡ് സാൽമണല്ല ടൈഫി. സിഫിലിസ് ട്രിപ്പനോമിയ പലേഡിയം. ട്രിപ്പനോമിയ പലേഡിയം. ആന്ത്രാക്സ് ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ്. അടുത്ത തൊണ്ടകാറൽ സ്ട്രെപ്റ്റോകോക്കസ്. സ്ട്രെപ്റ്റോകോക്കസ്. ഭക്ഷ്യ വിഷബാധ സാൽമണല്ല, സ്റ്റെഫലോകോക്കസ്, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനം. അപ്പൊ ബാക്ടീരിയ രോഗങ്ങൾ ഏകദേശം ഇത്രയാണ് സാധാരണ ചോദിക്കുന്നത്. അടുത്ത നമ്മൾ പഠിക്കാൻ പോണ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. അതിനൊരു കോഡുണ്ട്. CI രമേശ് BCCയിൽ പോയി MSW എടുത്ത് DYSP ആയി.
ഇത്തിരി ലെങ്തി കോഡാണ്, കിട്ടുമെന്ന് അറിഞ്ഞൂടാ. അതൊരു കഥയാണ്, ഓർത്താൽ മതി. സി ഐ രമേശ്. നേരത്തെ നമ്മൾ PCDGPA ഒക്കെ കാര്യം പറഞ്ഞു. അടുത്ത് കുറച്ചുകൂടെ ഇടയ്ക്കുള്ള ഒരാളാണ് സി ഐ രമേശ്. സി രമേശ് എവിടെ പോയി? BBC ന്യൂസിൽ പോയി. BBC പോയിട്ട് എന്തെടുത്തു? MSW എടുത്തു. എന്നിട്ട് DYSP ആയി. അപ്പോൾ DYSP ആയി മാറി. അപ്പം അപ്പോഴുള്ള ആ വൈറസിന്റെ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. CI ഏതൊക്കെയാണ്? ചിക്കൻ ബോക്സും ഇൻഫ്ലുവൻസ. ചിക്കൻ ബോക്സും ഇൻഫ്ലുവൻസ. അടുത്ത രമേശിന്റെ RAMESH റാബിസ്, അത് എയ്ഡ്സ്, മീസിൽസ്, എബോള, സ്മോൾ പോക്സ്, ഹെപ്പറ്റൈറ്റിസ്. അപ്പോൾ ഒന്നുകൂടെ പറയാം. CI രമേശ് ആണ് പറയുന്നത്. ചിക്കൻ ബോക്സ്, ഇൻഫ്ലുവൻസ, റാബിസ്, എയ്ഡ്സ്, മീസിൽസ്, എബോള, സ്മോൾ പോക്സ്, ഹെപ്പറ്റൈറ്റിസ്. ഇനി BCC ബേർഡ് ഫ്ലൂ, C ചിക്കൻ ഗുനിയ, C കോമൺ കോൾഡ്. ബേർഡ് ഫ്ലൂ, ചിക്കൻ ഗുനിയ, കോമൺ കോൾഡ്. ഇനി MSW ഏതൊക്കെയാണ്? മംസ്, സ്വൈൻ ഫ്ലൂ, വാട്സ്. അതായത് അരിമ്പാറയാണ് വാട്സ് എന്ന് പറയുന്നത്. മംസ്, സ്വൈൻ ഫ്ലൂ, വാട്സ്. ഇനി D എന്തുവാണ്? DYSP ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാർസ്, പോളിയോ. ഏതൊക്കെയാണ്? ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാർസ്, പോളിയോ. ഒന്നുകൂടെ പറയാം. CI രമേശ് BCCയിൽ പോയി MSW എടുത്ത് DYSP ആയി. C ചിക്കൻ ബോക്സ്, I ഇൻഫ്ലുവൻസ, R റാബിസ്, എയ്ഡ്സ്, M മീസിൽസ്, എബോള, S സ്മോൾ ബോക്സ്, H ഹെപ്പറ്റൈറ്റിസ്, B ബേർഡ് ഫ്ലൂ, C ചിക്കൻ ഗുനിയ, C കോമൺ കോൾഡ്, M മംസ്, S സ്വൈൻ ഫ്ലൂ, W വാട്സ്. പിന്നെ D ഡെങ്കിപ്പനി, Y യെല്ലോ ഫീവർ, S സാർസ്, P പോളിയോ. ഇനി ഇതും ഏത് വൈറസാണ് ഈ രോഗങ്ങൾ ഉണ്ടാക്കണേ നോക്കണം. അപ്പൊ എയ്ഡ്സ് ഉണ്ടാക്കുന്നത് നമുക്ക് എല്ലാം അറിയാവുന്നതാണ്. HIV ഫുൾ ഫോം ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഈ ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. അടുത്ത ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്ന വാരിസെല്ല സോസ്റ്റർ വൈറസ്. അടുത്ത വസൂരി ഉണ്ടാക്കുന്നതോ? വേരിയോള വൈറസ്. എയ്ഡ്സ് ഉണ്ടാക്കുന്നത് HIV. ചിക്കൻ ബോക്സ് വെരിസെല്ല സോസ്റ്റർ വൈറസ്. വസൂരി ഉണ്ടാക്കുന്ന ആരാണ്? വേരിയോള വൈറസ്. അടുത്ത് ഇൻഫ്ലുവൻസയും ജലദോഷവും ഒക്കെ പറയാൻ പറ്റും അല്ല. ജലദോഷം കോമൺ കോൾഡ് ഉണ്ടാക്കുന്ന ആരാണ്? റൈനോ വൈറസ്. അപ്പോ ജലദോഷം ഉണ്ടാക്കുന്നത് റൈനോ വൈറസ്. മീസിൽസ് ഉണ്ടാക്കുന്ന ആരാണ്? പോളിനോസ മോർബിലോറിയം. അടുത്ത് ചിക്കൻ ഗുനിയ ഉണ്ടാക്കുന്നത് ചിക്കൻ ഗുനിയ എന്ന് പറയുന്ന വൈറസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അടുത്ത പോളിയോ മൈലൈറ്റിസ് ഉണ്ടാക്കുന്നത് പോളിയോ വൈറസ്. അത് രണ്ടും എളുപ്പമുണ്ട് അല്ലേ. അടുത്ത പേവിഷബാധ നമുക്കറിയാം, റാബിസ് വൈറസ്. അതാണ് റാബിസ് വൈറസ്. പിന്നെ അതിനെ സ്ട്രീറ്റ് എന്നും ലിസ്റ്റ വൈറസ് എന്നൊക്കെ പറയാറുണ്ട്. പിന്നെ അരിമ്പാറയാണ് നമ്മൾ പറഞ്ഞ വാട്സ് ഉണ്ടാക്കുന്ന ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അരിമ്പാറ നമ്മൾ നേരത്തല്ലേ ഇങ്ങനെ വരണം, അപ്പം പെട്ടെന്ന് അത് ഓർത്താലും മതി. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അടുത്ത ഡെങ്കിപ്പനി ഉണ്ടാക്കുന്ന ആരാണ്? ഡെങ്കി വൈറസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഇന്നലെ രക്തപര്യനം പഠിച്ചപ്പോൾ IgM കുറിച്ച് പഠിച്ചു. ആ IgM ഡെങ്കി വൈറസ് ആണ്, അല്ലെങ്കിൽ ഫ്ലാവി വൈറസ് ആണ് ഡെങ്കിപ്പനി ഉണ്ടാകുന്നത്. സാസ് ഉണ്ടാക്കുന്ന ആരാണ്? സാസ് കൊറോണ വൈറസ്. അടുത്ത പന്നിപ്പനി ഉണ്ടാക്കുന്ന H1N1. പക്ഷിപ്പനി ഉണ്ടാകുന്ന H5N1 ആണ്. അത് തിരിഞ്ഞു പോവോ? പക്ഷികൾ 5 ഉണ്ടെന്ന്. പക്ഷികളെല്ലാം നമ്മൾ എപ്പോഴും കൂടുതലുണ്ടെന്ന് പറയണം. അപ്പൊ H5 വരുമ്പോ പക്ഷികളെ നോക്കിയാൽ മതി. മറ്റേത് H1 ആണെങ്കിൽ പന്നി നോക്കാം. അപ്പൊ ഇനി ഒന്നുകൂടെ പറയണോ? CI രമേശ് BCCയിൽ പോയി MSW എടുത്ത് DYSP ആയി. അപ്പൊ CI ഏതൊക്കെയാണ്? ചിക്കൻ ബോക്സ്, ഇൻഫ്ലുവൻസ, രമേശ് റാബിസ്, എയ്ഡ്സ്, M മീസിൽസ്, എബോള, S സ്മോൾ പോക്സ്, H ഹെപ്പറ്റൈറ്റിസ്. അടുത്ത B ബേർഡ് ഫ്ലൂ. അടുത്ത C ചിക്കൻ ഗുനിയ, കോമൺ കോൾഡ്. M മംസ്, സ്വൈൻ ഫ്ലൂ, വാട്സ്. D ഡെങ്കിപ്പനി, യെല്ലോ ഫീവർ, സാർസ്, പോളിയോ.
എയ്ഡ്സ് ഉണ്ടാക്കുന്ന വൈറസ് HIV വൈറസ്, ചിക്കൻ ബോക്സ് ഉണ്ടാക്കുന്നത് വെരിസെല്ല സോസ്റ്റർ വൈറസ്, വസൂരി ഉണ്ടാക്കുന്നത് വേരിയോള വൈറസ്, ജലദോഷം റൈനോ വൈറസ്, മീസിൽസ് പോളിനോസ മോർബില്ലോറിയം. അടുത്ത ചിക്കൻ ഗുനിയ വൈറസ്, പോളിയോമൈലിറ്റിസ് പോളിയോ വൈറസ്, പേവിഷബാധ റേബിസ് വൈറസ്, അരിമ്പാറ ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, ഡെങ്കിപ്പനി IgM ഡെങ്കി വൈറസ് അല്ലെങ്കിൽ ഫ്ലാവി വൈറസ്, സാസ് കൊറോണ വൈറസ്, പന്നിപ്പനി H1N1, പക്ഷിപ്പനി H5N1. ഓക്കെ, അടുത്ത് ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഒരു കോഡിലൂടെ പറയാം. ചുണങ്ങ് വന്നാൽ ആണി കൊണ്ട് തലയിലും ഫൂട്ടിലും ചൊറിയണതാണ് ഫംഗസ് ഒരുപോലെ രോഗം. നമ്മൾ ചൊറിച്ചിലാണ്. അപ്പം ചുണങ്ങ് വന്നാൽ ആണി കൊണ്ട് തലയിലും ഫൂട്ടിലും എന്ത് ചെയ്യണം? ചൊറിയണം. ചുണങ്ങ്, ആണിരോഗം, താരൻ, അത്ലറ്റ് ഫൂട്ട്, വട്ടച്ചൊറി, ഇത്രയാണ് ഫംഗസ് മൂലമുള്ള. ചുണങ്ങ്, ആണിരോഗം, താരൻ, അത്ലറ്റിക് ഫൂട്ട്, വട്ടച്ചൊറി. അതില് കോഡ് ചുണങ്ങ് വന്നാൽ ആണി കൊണ്ട് തലയിലും ഫൂട്ടിലും ചൊറിയണം. അപ്പോൾ നമ്മൾ അതിൽ അത്ലറ്റിക് ഫൂട്ട് ഉണ്ടാക്കുന്ന ഫംഗസ് ഏതാണ്? എപ്പിഡെർമോ ഫൈറ്റോൺ ഫ്ലോക്കോസം. ഇതാണ് എപ്പിഡെർമോ ഫൈറ്റോൺ ഫ്ലോക്കോസം. അടുത്ത റിംഗ് വേം ആണ് മൈക്രോസ്പോറം. അടുത്ത ആസ്പെർജില്ലോസിസ് ഉണ്ടാക്കുന്ന ആരാണ്? ആസ്പെർജില്ലസ് ഓട്ടോമൈക്കോസിസ്. ആൻഡ് കാൻഡിഡിയാസിസ് ഉണ്ടാക്കുന്ന ആരാണ്? കാൻഡിഡിയ ആൽബികെൻസ്. ഓക്കെ, അടുത്ത് ഒന്നുകൂടെ പറയാം. ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ചുണങ്ങ്, ആണിരോഗം, താരൻ, അത്ലറ്റിക് ഫൂട്ട്, വട്ടച്ചൊറി. അതിൽ അത്ലറ്റിക് ഫൂട്ട് എപ്പിഡെർമോ ഫൈറ്റോൺ ഫ്ലോക്കോസം. അടുത്ത് റിംഗ് വേം ഉണ്ടാക്കുന്ന രോഗം മൈക്കോസ്പോറം. അടുത്ത് ആസ്പെർജില്ലസിസ് ഉണ്ടാക്കുന്ന ആരാണ്? ആസ്പെർജില്ലസ് ഓട്ടോമൈക്കോസിസ്. അടുത്ത കാൻഡിഡിയാസിസ് ആണ്, ചൊറിയല്ലേ? അതെന്താണ്? കാൻഡിഡിയ ആൽബികെൻസിസ്. ഓക്കെ, അടുത്ത് നമ്മൾ പറയുന്നത് ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ. നമുക്ക് ഒരു ഇതൊക്കെ അറിയാം അല്ലേ? എലിപ്പനിയും കോളറയുണ്ട്, ടൈഫോയിഡ് ഉണ്ടെന്നൊക്കെ അറിയാം. അതും ഒരു എളുപ്പം. നമ്മളെ LDC പരീക്ഷ എവിടെ വെച്ച് നടക്കുകയാണ്? താജ് ഹോട്ടലിൽ നടക്കുകയാണെന്ന് പഠിച്ചാൽ മതി. LDC പരീക്ഷ എവിടെയാണ് നടക്കുന്നത്? താജ് ഹോട്ടലിൽ. LDC. അപ്പൊ LDCയിലെ L എന്തുവാണ്? ലെപ്റ്റോസ്പൈറോസിസ് അല്ലെങ്കിൽ എലിപ്പനി. അടുത്ത D എന്തുവാണ്? ഡിസെൻട്രി അല്ലെങ്കിൽ വയറിളക്കം. C എന്തുവാണ്? കോളറ. അപ്പൊ L ലെപ്റ്റോസ്പൈറോസിസ്, ഡിസെൻട്രി, കോളറ. അടുത്ത P പോളിയോ. പരീക്ഷയുടെ P ആണ് പോളിയോ. അടുത്ത താജ് ഹോട്ടലിൽ T ടൈഫോയിഡ്. A അമീബിയാസിസ് അല്ലെങ്കിൽ വയറുകടിയാണ്. അടുത്ത J എന്തുവാണ്? ജോണ്ടിസ് അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം. അടുത്ത ഹോട്ടലിന്റെ H എന്തുവാണ്? ഹെപ്പറ്റൈറ്റിസ്. അപ്പൊ ഒന്നുകൂടെ എലിപ്പനി അല്ലെങ്കിൽ ലെപ്റ്റോസ്പൈറോസിസ്, ഡിസെൻട്രി, കോളറ, പോളിയോ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ്. വൈറസ് രോഗം തന്നെ ജലത്തിൽ കൂടെ പകരും. അങ്ങനെ ജലത്തിലൂടെ പകരുന്ന രോഗം എന്ന് ചോദിച്ചാൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. ടൈഫോയിഡ്, അമീബിയാസ്, വയറുകടി ആണ് അമീബിയാസിസ്, ജോണ്ടിസ്, ഹെപ്പറ്റൈറ്റിസ്. ഇനി വായുവിലൂടെയും രോഗങ്ങൾ പകരാം. അതെങ്ങനെ പകരും? അങ്ങനെയല്ല, ഏതൊക്കെയാണെന്ന്. ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷൻ ഉണ്ടെന്ന് ആണ് അതിന്റെ കോഡ്. അത് ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാറിന് ചുമലിൽ എന്തുണ്ട്? 5 ഇഞ്ചക്ഷൻ ഉണ്ട്. ഇപ്പൊ ചിക്കൻ കഴിച്ചു, ചിക്കൻ ബോക്സ്, ഡിഫ്തീരിയ ബാധിച്ച, അപ്പൊ ഡിഫ്തീരിയ. ആന്ധ്രയിലെ സാർ ആന്ത്രാക്സ്, സാസ്, വേനി, ചുമലിൽ വില്ലൻ ചുമ. അടുത്ത് 5 ഇഞ്ചക്ഷൻ, 5ആം പനി. അടുത്ത് ഇഞ്ചക്ഷൻ ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം. ആ ഇഞ്ചക്ഷൻ എന്ന് എഴുതുമ്പോൾ അതിൽ നിന്ന് കിട്ടി. ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്.
ഇത്രയും മുണ്ട് അവസാനം മുണ്ട് പറയുമ്പോൾ ഇഞ്ചക്ഷനും മുണ്ട്, അപ്പം മുണ്ടിനീര്. ഒന്നുകൂടെ പറയാൻ, ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷൻ ഉണ്ട്. ചിക്കൻ പോക്സ്, ഡിഫ്തീരിയ, ആന്ത്രാക്സ്, സാർസ്, ചുമ, 5-ാം പനി, ഇൻഫ്ലുവൻസ, ജലദോഷം, ക്ഷയം, ന്യൂമോണിയ, മുണ്ടിനീര്. അവസാനത്തെ ഇഞ്ചക്ഷനും ഉണ്ട് എഴുതുമ്പോഴത്തേക്കും കിട്ടും. എല്ലാരും എഴുതി വെച്ച് പഠിക്കണം, അപ്പൊ കിട്ടുള്ളൂ. ഇനി നമ്മൾ പറയണത് കുറെ ചില മൂലകങ്ങൾ കാരണം എന്തുണ്ടാവും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ടറിയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും അതുമായിട്ട് സ്ഥിരം കോണ്ടാക്ട് വരുന്നവർക്കും അസുഖം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫ്ലൂറോസിസ് ഏത് മൂലകം കാരണം ഉണ്ടാവുന്നതാണ്? ഫ്ലൂറിൻ. ഫ്ലൂറോസിസ് എന്ന് പറയുന്ന രോഗം ഫ്ലൂറിൻ. സിലിക്കോസിസ് സിലിക്കൺ. മിനമാത മെർക്കുറി. പ്ലംബിസം ലെഡ്. പ്ലംബിസം ലെഡ്. അടുത്ത് വിൽസൺസ് രോഗം ചെമ്പ്. ഇനി ഹൈപ്പോകലാമിയ പൊട്ടാസ്യം. അപ്പൊ ഒന്നുകൂടെ മൂലകങ്ങളുമായി ബന്ധപ്പെട്ട രോഗങ്ങള് ഫ്ലൂറോസിസ് ഫ്ലൂറിൻ, സിലിക്കോസിസ് സിലിക്കൺ, മിനമാത മെർക്കുറി, പ്ലംബിസം ലെഡ്, വിൽസൺസ് രോഗം ചെമ്പ്. അടുത്ത ഹൈപ്പോകലേമിയ പൊട്ടാസ്. ഇനി എൻസെഫലോപ്പതി അലുമിനിയം കാരണം ഉണ്ടാവും. എൻസെഫലോപ്പതി അലുമിനിയം. അതുപോലെ അൽഷിമേഴ്സ് ഉണ്ടാക്കുന്ന ആരാണ്? അലുമിനിയത്തിൽ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അൽഷിമേഴ്സ് ഉണ്ടാവുന്നു. ഓർമ്മശക്തി കുറയും. അതുപോലെ അത് ഓവർ ആവുമ്പോ എന്ത് സംഭവിക്കും? അൽഷിമേഴ്സ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. അടുത്ത അനീമിയ ഉണ്ടാവുന്നത് നമുക്കറിയാം. അയണിന്റെ കുറവുണ്ടാവുന്നത് അനീമിയ. ഗോയിറ്റർ ഉണ്ടാവുന്നതോ അയഡിന്റെ കുറവുണ്ട്. അടുത്ത ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ആഴ്സനിക് കാരണം. ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ആഴ്സനിക്. ഇനി ശ്വാസകോശ അർബുദം ഉണ്ടാവുന്നത് നിക്കൽ, കാഡ്മിയം, ക്രോമിയം ഇതൊക്കെ കാരണമാണ് ശ്വാസകോശ അർബുദം ഉണ്ടാവുന്നത്. അടുത്ത ഫ്ലൂറോസിസ് ഫ്ലൂറിൻ, സിലിക്കോസിസ് സിലിക്കൺ, പ്ലംബിസം ലെഡ്, മിനമാത മെർക്കുറി, വിൽസൺസ് രോഗം ചെമ്പ്. വിൽസൺസ് രോഗം ചെമ്പ്. ഹൈപ്പോകലേമിയ പൊട്ടാസ്, എൻസെഫലോപ്പതി അലുമിനിയം, അൽഷിമേഴ്സും അലുമിനിയം, അനീമിയ അയൺ, ഗോയിറ്റർ അയഡിൻ. അടുത്ത ബ്ലാക്ക് ഫുട്ട് ഡിസീസ് ആഴ്സനിക്, ശ്വാസകോശ അർബുദം നിക്കൽ, കാഡ്മിയം, ക്രോമിയം. ഏതൊക്കെയാണ്? നിക്കൽ, കാഡ്മിയം, ക്രോമിയം. അടുത്ത് ഇനി നമ്മൾ ഇത്രയും പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞു? ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പറഞ്ഞു. ജലത്തിലൂടെ പകരുന്നത്, വായുവിലൂടെ പകരുന്നത്, പിന്നെ മൂലകങ്ങൾ കാരണമുള്ള രോഗങ്ങൾ പറഞ്ഞു. അടുത്ത് പറയാൻ പോകുന്നത് ഷഡ്പദങ്ങൾ പകർത്തുന്ന രോഗങ്ങൾ. ഷഡ്പദങ്ങൾ എന്ന് പറയുമ്പം എല്ലാ കൊതുക് ഉൾപ്പെടെ എല്ലാ ഇൻസെക്ട്സ് ഉണ്ട്. മന്ത് പരത്തുന്ന ആരാണ്? ക്യൂലസ് പെൻകൊതുകളാണ്. മലേറിയ പരത്തുന്ന അനോഫിലസ് ഓക്കെ. ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി കൊതുകുകൾ. മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്റ്റി കൊതുകുകൾ. അപ്പൊ നമ്മൾ ഈ ഡെങ്കിപ്പനി നേരത്തെ പറഞ്ഞല്ലോ. എവിടെ പറഞ്ഞു? വൈറസ്. അപ്പൊ വൈറസ് ബാധ എന്ന് ചോദിക്കുമ്പോൾ എഴുതുവോ ഷഡ്പദങ്ങളുടെ എഴുതുവോ? രണ്ടിലും എഴുതാം. കാരണം വൈറസ് എന്തുവാണ്? അതാണ് അതിന്റെ കാരണം. പക്ഷെ ഇത് കൊടുക്കുന്ന ആരാണ്? കൊതുകാണ്. ഈഡിസ് ഈജിപ്റ്റി കൊതുകുകളാണ്. മഞ്ഞപ്പനി ആരാണ് വരുത്തുന്നത്? ഈഡിസ് ഈജിപ്റ്റി. പ്ലേഗ് പരത്തുന്നത് എലിച്ചെള്ളാണ് പ്ലേഗ് പരത്തുന്നത്. ടൈഫോയിഡ് വരുത്തുന്നത് തേനും ചെള്ളുമാണ്. ടൈഫസ് വരുത്തുന്നത്. കാല അസർ എന്തുവാണ്? അത് ആരാണ് വരുത്തുന്നത്? സാൻഡ് ഫ്ലൈ എന്ന് പറയുന്ന അതാണ് എന്ത് വരുത്തുന്നത്? കാല അസർ. ഇനി സ്ലീപ്പിംഗ് സിക്നസ് അത് പകർത്തുന്ന ആരാണ്? സെസെ ഫ്ലൈ. TSC ഫ്ലൈ എന്ന് എഴുതും. സെസെ ഫ്ലൈ. അടുത്ത് ചിക്കൻ ഗുനിയ ആരാണ്? ഈഡിസ് ഈജിപ്റ്റി. ജപ്പാൻ ജ്വരവും കൊതുകുകൾ, മെയിൻ ആയിട്ട് കൊതുകുകൾ. അപ്പൊ ഒന്നുകൂടെ ഷഡ്പദങ്ങൾ വരുത്തുന്ന രോഗങ്ങൾ മന്ത്, ക്യൂലെക്സ് പെൻകൊതുക്, മലേറിയ, അനോഫിലസ് പെൻകൊതുക്, ഡെങ്കിപ്പനി ഈഡിസ് ഈജിപ്റ്റി, മഞ്ഞപ്പനി ഈഡിസ് ഈജിപ്റ്റി, ചിക്കൻ ഗുനിയ ഈഡിസ് ഈജിപ്റ്റി. അടുത്ത് പ്ലേഗ് എലിച്ചെള്ള്, ടൈഫസ് പേനും ചെള്ളും, കാല അസർ സാൻഡ് ഫ്ലൈ. സ്ലീപ്പിംഗ് സിക്നസ് ആണ് സെസെ ഫ്ലൈ.
ചിക്കൻ ഗുനിയ നമ്മൾ ഉറക്കം വരുമ്പോ എന്ത് ചെയ്യും എന്നൊക്കെ പറയല്ലോ സ്ലീപ്പിംഗ്. ചിക്കൻ ഗുനിയ, ഈഡിസ് ഇജിപ്തി കൊതുക്, ജപ്പാൻ ജ്വരം, മെയിനായിട്ട് കൊതുകുകള്. അപ്പോൾ ഇനി ഇതുപോലെ നമ്മളെ മനുഷ്യനെ മാത്രമല്ല ആരെയും ബാധിക്കും, ചെടികളെയും വിളകളെയൊക്കെ ബാധിക്കും. അതും ഇതുപോലെ എന്താണ് ബാക്ടീരിയയും ഫംഗസും ഒക്കെ തന്നെയാണ്. അപ്പൊ നെല്ലിനെ ബാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള രോഗങ്ങൾ ഏതൊക്കെയാണ്? ബ്ലൈറ്റ്, തവിട്ട് പുള്ളിക്കുത്ത്, പോള രോഗം, ലക്ഷ്മി രോഗം, ലീഫ് സ്പോട്ട്, കുലവാട്ടം, ഫ്രൂട്ട് റോട്ട് രോഗം. ഇതിൽ ഏതൊക്കെയോ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ബ്ലൈറ്റ്, നെല്ലിനെ ബാധിക്കുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ബ്ലൈറ്റ്, തവിട് പുള്ളിക്കുത്ത് രോഗം, പോള രോഗം, ലക്ഷ്മി രോഗം, ലീഫ് സ്പോട്ട് രോഗം, പിന്നെ കുലവാട്ടം, ഫ്രൂട്ട് റോട്ട് രോഗം. ഇതില് ബ്ലൈറ്റ് മാത്രം ആരുണ്ടാക്കുന്നതാണ്? ബാക്ടീരിയ. ബാക്കി എല്ലാ രോഗങ്ങളും ആരുണ്ടാക്കുന്നതാണ്? ഫംഗസ്. ഇത് ബാക്ടീരിയ. അപ്പൊ ഇത് നെല്ലിലുണ്ടാവുന്ന രോഗങ്ങളാണ്. അടുത്ത ഗോതമ്പിലുണ്ടാവുന്നതും ഇതുപോലെ എന്തുവാണ്? 2 രോഗങ്ങളുണ്ടാവും. ലീഫ് റസ്റ്റും ബ്ലാക്ക് റസ്റ്റും. അതും ആരുണ്ടാക്കും? ലീഫ് റസ്റ്റും ബ്ലാക്ക് റസ്റ്റും ഗോതമ്പിൽ ആരുണ്ടാക്കും? ഫംഗസ് ഉണ്ടാക്കും. പിന്നെ നമുക്കറിയാവുന്ന എന്തുവാണ്? തെങ്ങിനുണ്ടാവുന്ന എന്താണ്? കൂമ്പ് ചീയലുണ്ടാവും. അത് ആരാണ് ഉണ്ടാക്കുന്നത്? അതും ഫംഗസ് തന്നെയാണ്. പിന്നെ റബ്ബറിന് ചീക്കു രോഗം വരും. അതും ആരാണ്? ഫംഗസ്. വാഴയിൽ എന്തുണ്ടാവും? ഇലത്തണ്ട് ചീയലും കുറുനാമ്പും ഉണ്ടാവും. ഇത് 2 ഇലത്തണ്ട് ചീയല് നമ്മൾ നേരത്തെ തെങ്ങിനെ പറഞ്ഞ പോലെ ഫംഗസ് ആണ് ഉണ്ടാകുന്നത്. ചീയല് ഉണ്ടാക്കുന്നത് ആരാണ്? ഫംഗസ്. കുറുനാമ്പ് രോഗം ഉണ്ടാക്കുന്നത് ആരാണ്? വൈറസ് ആണ്. കുറുനാമ്പ് രോഗം ഉണ്ടാക്കുന്നത് വൈറസ് ആണ്. ഇനി ഇതാണ് അത്യാവശ്യം വേണ്ടത്. മതി കോഡ്. അപ്പൊ ഇനി നമുക്ക് ഈ പഠിച്ചതിൻ്റെ എല്ലാം കോഡ് ഒന്നുകൂടെ നോക്കാം. ആദ്യം പറഞ്ഞത് ബാക്ടീരിയ മൂലം ഉണ്ടാകുന്ന രോഗങ്ങള്. കോഡ് എന്തായിരുന്നു? LTTയുടെ സ്റ്റാമ്പ് DGP ബോട്ടിലിരുന്ന PC-ക്ക് കൊടുത്തു. കോഡ് മാത്രം. അടുത്ത് വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളുടെ കോഡ് എന്തായിരുന്നു? CI രമേശ് BCCയിൽ പോയി MSW എടുത്ത് DYSP ആയി. അടുത്ത ഫംഗസ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളോ? ചുണങ്ങ് വന്നാൽ ആണി കൊണ്ട് തലയിലും ഫൂട്ടിലും ചൊറിയണം. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങള് LDC പരീക്ഷ താജ് ഹോട്ടലിൽ. അടുത്ത വായുവിലൂടെ പകരുന്നതോ? ചിക്കൻ കഴിച്ച് ഡിഫ്തീരിയ ബാധിച്ച ആന്ധ്രയിലെ സാറിന് ചുമലിൽ 5 ഇഞ്ചക്ഷൻ ഉണ്ട്. ഇഞ്ചക്ഷനും ഉണ്ട് എന്ന് തന്നെ എഴുതണം. അപ്പൊ മുണ്ടി നീര് കിട്ടുള്ളൂ. ഓക്കെ. ഇനി ഓരോ ചില രോഗങ്ങളെ ഏത് ശരീരത്തെയാണ് ബാധിക്കുന്നതിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ മെനിഞ്ചൈറ്റിസ് എവിടെയാണ് ബാധിക്കുന്നത്? മെനിഞ്ചൈറ്റിസ് നാഡീ വ്യവസ്ഥ അല്ലെങ്കിൽ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അടുത്ത അപസ്മാരം, പേവിഷബാധ, അൽഷിമേഴ്സ്, പാരാലിസിസ്, കുഷ്ഠം, പോളിയോമൈലൈറ്റിസ് എല്ലാം നാഡീ വ്യവസ്ഥയാണ് ബാധിക്കുന്നത്. ഒന്നുകൂടെ: അപസ്മാരം, പേവിഷബാധ, അൽഷിമേഴ്സ്, പാരാലിസിസ്, കുഷ്ഠം, പോളിയോമൈലൈറ്റിസ് ഇതൊക്കെ ആരെ ബാധിക്കും? നാഡീ വ്യവസ്ഥയെ ബാധിക്കും. ഇനി അടുത്ത ഹണ്ടിങ്ടൺ ഡിസീസ് നാഡീ വ്യവസ്ഥ. ഹണ്ടിങ്ടൺ ഡിസീസ് എവിടെ ബാധിക്കും? കേന്ദ്ര നാഡീ വ്യവസ്ഥ. എയ്ഡ്സ് എവിടെ ബാധിക്കും? പ്രതിരോധ ശേഷി. ഹെപ്പറ്റൈറ്റിസ് അല്ലെങ്കിൽ സിറോസിസ് കരൾ. മുണ്ടിനീര് എവിടെയാണ്? പരോട്ടിഡ് ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. പരോട്ടിഡ് ഗ്രന്ഥി. ഇനി കണ എവിടെ ബാധിക്കും? എല്ലിനെയാണ് ബാധിക്കുന്നത്. മലേറിയ എവിടെ ബാധിക്കും? പ്ലീഹയെ ബാധിക്കും. നമ്മൾ ഇന്നലെ പറഞ്ഞതാണ് പ്ലീഹയെ കുറിച്ച്. പ്ലീഹയെ ബാധിക്കുന്ന ആരാണ്? മലേറിയ. അടുത്ത് ടോൺസിലൈറ്റിസ് എവിടെയാണ് ബാധിക്കുന്നത്? ടോൺസിൽ ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. തൊണ്ടയിലുള്ള ടോൺസിൽ ഗ്രന്ഥിയാണ് ബാധിക്കുന്നത്. ഗ്രോയിറ്റർ എവിടെ ബാധിക്കും? തൈറോയിഡ് ഗ്രന്ഥി. ഡിഫ്തീരിയയും തൊണ്ട. ബ്രോങ്കൈറ്റിസ്, സാസ്, സിലിക്കോസിസ്, ക്ഷയം എല്ലാം ശ്വാസകോശത്തിനെ ബാധിക്കും. ഇനി ടൈഫോയിഡ് കുടലിനെ ബാധിക്കും. ടൈഫോയിഡ്. എക്സിമ, മെലനോമ, സോറിയാസിസ് ഒക്കെ ആരെ ബാധിക്കും? ത്വക്കിനെയാണ് ബാധിക്കും. എക്സിമ, മെലനോമ, സോറിയാസിസ് എവിടെ ബാധിക്കും? ത്വക്കിന്. പയോറിയ
പയോറിയ, ജിഞ്ചിവൈറ്റിസ് ഇതൊക്കെ ആരെ ബാധിക്കും? മോണയെ ബാധിക്കും. ഇപ്പൊ ഒന്നും കൂടെ പറയാം. മെനിഞ്ചൈറ്റിസ് തലച്ചോറ് അല്ലെങ്കിൽ നാഡീവ്യവസ്ഥ, അപസ്മാരം, പേവിഷബാധ, അൾഷിമേഴ്സ്, പാരാലിസിസ്, കുഷ്ഠം, പോളിയോമൈലൈറ്റിസ് നാഡീവ്യവസ്ഥ, ഹണ്ടിങ്ടൺ ഡിസീസ് കേന്ദ്ര നാഡീവ്യവസ്ഥ, എയ്ഡ്സ് രോഗപ്രതിരോധ ശേഷി. അടുത്ത ഹെപ്പറ്റൈറ്റിസ് കരൾ, മുണ്ടിനീര് പരോട്ടിഡ് ഗ്രന്ഥി, എല്ല്, മലേറിയ പ്ലീഹ, ടോൺസിലൈറ്റിസ് ടോൺസിൽ ഗ്രന്ഥി, ഗോയിറ്റർ തൈറോയിഡ് ഗ്രന്ഥി, ഡിഫ്തീരിയ തൊണ്ട, ബ്രോങ്കൈറ്റിസ് ആസ് സിലിക്കോസിസ് ക്ഷയം ശ്വാസകോശം, ടൈഫോയിഡ് കുടൽ, എക്സിമ, മെലനോറ, സോറിയോസിസ് എക്സിമ എവിടെയാണ്? പയോറിയ, ജിഞ്ചിവൈറ്റിസ് മോണ. ഇനി രോഗവിശേഷണങ്ങൾ, ഓരോ രോഗത്തിനും ഓരോ വിശേഷണം പറയാറുണ്ട്. കറുത്ത മരണം എന്തുവാണ്? പ്ലേഗ്, പിള്ളവാതം, ഇൻഫന്റൈൽ പാരാസിസ്, പോളിയോ, അമേരിക്കൻ പ്ലേഗ് മഞ്ഞപ്പനി, അമേരിക്കൻ പ്ലേഗ് മഞ്ഞപ്പനി, അമേരിക്കക്കാരൊക്കെ ഒരു വെള്ള മഞ്ഞ കളറല്ലേ, അപ്പൊ അമേരിക്കൻ പ്ലേഗ് ഏതാണ്? മഞ്ഞപ്പനി. ചുവന്ന പ്ലേഗ് സ്കൂൾ പോക്സ്, സ്മോൾ പോക്സ്, സോറി, ചുവന്ന പ്ലേഗ് സ്മോൾ പോക്സ്, ചുവപ്പ് കുരുവരണ പോക്സ്, ചിക്കൻ പോക്സ് പോലെ തക്കാളിപ്പനി പോലെ. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ, മലമ്പനി. ചതുപ്പ് രോഗം, ബ്ലാക്ക് വാട്ടർ ഫീവർ ഏതാണ്? മലമ്പനി. ഇനി എൻഡറിക് ഫീവർ ഏതാണ്? എൻഡറിക് ഫീവർ ടൈഫോയിഡ് ആണ് എൻഡറിക് ഫീവർ. ഇനി നാവികരുടെ പ്ലേഗ് സ്കർവി, നാവികളുടെ പ്ലേഗ് സ്കർവി. അടുത്ത കോക്ക് ഡിസീസ് അല്ലെങ്കിൽ വെളുത്ത പ്ലേഗ്, രോഗങ്ങളുടെ രാജാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണ്? ക്ഷയം. അടുത്ത കില്ലർ ന്യൂമോണിയ എന്നറിയപ്പെടുന്ന സാസ്, കില്ലർ ന്യൂമോണിയ സാസ്. അടുത്ത ഹാൻസൺസ് രോഗം കുഷ്ഠം. അടുത്ത ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ്, പേഷ്യന്റ് സീറോ എന്നൊക്കെ അറിയപ്പെടുന്നത് എയ്ഡ്സ് ആണ്. അടുത്ത കോമൺ കോൾഡ് ജലദോഷം. തൊണ്ടമുള്ള ഡിഫ്തീരിയ. അപ്പൊ ഒന്നുകൂടെ ഇത്രയും പറയാം. കറുത്ത മരണം പ്ലേഗ്, പിള്ളവാതം അല്ലെങ്കിൽ ഇൻഫന്റൈൽ പാരാലിസിസ്, പോളിയോ, അമേരിക്കൻ പ്ലേഗ് മഞ്ഞപ്പനി, ചുവന്ന പ്ലേഗ് സ്മോൾ പോക്സ്, ചതുപ്പ് രോഗം ബ്ലാക്ക് വാട്ടർ ഫീവർ മലമ്പനി. ചതുപ്പ് മലയെ കയറുന്നതിന് മുമ്പ് ഒരു ചതുപ്പ് കാണുമല്ലോ, അത് ചവിട്ടിയൊക്കെ കയറുന്നു എന്നൊക്കെ ഓർത്താൽ മതി. അടുത്ത് എൻഡറിക് ഫീവർ ടൈഫോയിഡ്, നാവികരുടെ പ്ലേഗ് സ്കർവി, ക്ലോക്ക് ഡിസീസ് വെളുത്ത പ്ലേഗ്, രോഗങ്ങളുടെ രാജാവ് ക്ഷയം, കില്ലർ ന്യൂമോണിയ സാസ്, ഹാൻസൺസ് രോഗം കുഷ്ഠം, ഗ്രിഡ് ഡിസീസ്, സ്ലിം ഡിസീസ്, പേഷ്യൻസ് എയ്ഡ്സ്, കോമൺ കോൾഡ് ജലദോഷം, തൊണ്ടമുള്ള ഡിഫ്തീരിയ. അടുത്ത് അഞ്ചാം പനി മോർബെല്ലി മീസിൽസ്, ജർമ്മൻ മീസിൽസ് റുബല്ല, ജർമ്മൻ മീസിൽസ് റുബല്ല, അഞ്ചാം പനി മോർബെല്ലിയും മീസിൽസ്, മറവി രോഗം, സ്മൃതിനാശക രോഗമൊക്കെ അൽഷിമേഴ്സ്. 24 hour ഫ്ലൂ ആണ് എന്തോ ഇൻഫ്ലുവൻസ, ജ്വരം ടൈഫോയിഡ്. അടുത്ത ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി, ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി. അടുത്ത പറങ്കിപ്പുണ്ണ് സിഫിലിസ്, പറങ്കിപ്പുണ്ണ് സിഫിലിസ്, ഗ്രേവ്സ് ഡിസീസ് ഗോയിറ്റർ, എക്സോതാൽമിക് ഗോയിറ്റർ ആണ് ഗ്രേവ്സ് ഡിസീസ്. അടുത്ത വിശപ്പിന്റെ രോഗം പട്ടിണി രോഗം എന്നറിയപ്പെടുന്നത് മരാസ്മസ്, ഏതാണ്? മരാസ്മസ്. അടുത്ത് എലിഫന്റിയാസിസ് നമുക്കറിയാം, എലിഫന്റ് മന്ത്. ഡം ഫീവർ എന്തുവാണ്? കാലാസർ, കാലാസർ ഉണ്ടാക്കിയ ജീവി അതായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞ സാൻഡ് ഫ്ലൈ. അടുത്ത് ഷേക്കിംഗ് പാസി എന്തുവാണ്? പാർക്കിൻസൺസ് ഉള്ള ആൾക്കാർ എപ്പോഴും വിറച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്ത മാർജാര നൃത്തരോഗം മീനമാത ഉണ്ടാക്കിയ എലമെന്റ് ഏതായിരുന്നു? മെർക്കുറി. ഓക്കെ. അപ്പം അഞ്ചാം പനി മോറിബെല്ലിയും മീസിൽസ്, ജർമ്മൻ മീസിൽസ് റുബല്ല. അടുത്ത മറവി രോഗം സ്മൃതിനാശ രോഗം അൽഷിമേഴ്സ്, 24 hour ഫ്ലൂ ഇൻഫ്ലുവൻസ, ജ്വരം ടൈഫോയിഡ്, ബ്രേക്ക് ബോൺ ഫീവർ ഡെങ്കിപ്പനി, പറങ്കിപ്പുണ്ണ് സിഫിലിസ്, ഗ്രേവ്സ് ഡിസീസ് എക്സോതാൽമിക് ഗോയിറ്റർ എന്ന് ഓർത്താലും മതി. വിശപ്പിന്റെ രോഗം പട്ടിണി രോഗം മരാസ്മസ്, എലിഫന്റിയാസിസ് മന്ത്, ഷേക്കിംഗ് പാസി പാർക്കിൻസൺസ് രോഗം. അടുത്ത മാർജാര നൃത്തരോഗം മീനമാത രോഗം. അടുത്ത് വിഷൂചിക അല്ലെങ്കിൽ റിവറൈൻ എന്നൊക്കെ അറിയപ്പെടുന്ന എന്തിനെയാണ്?
കോളറ. കോളറ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വേറൊരു പേര് എന്ത് ഒന്നാണ്, വിശേഷണങ്ങളാണ് രോഗങ്ങൾ. അടുത്ത് രോഗം, നമുക്ക് പ്രധാനമായിട്ടും ഇത്ര രോഗങ്ങളെ കുറിച്ച് പറയാനുള്ളൂ. ഇനി ഉണ്ട്, അത്യാവശ്യം വേണ്ടതൊക്കെ ആയി. ഇതിൽ വരുന്നതാണ് രോഗ പ്രതിരോധവും കൂടെ ഉണ്ട്. രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത്. അതിൽ 2 ടൈപ്പ് ഇമ്മ്യൂണിറ്റിയും പറയുന്നുണ്ട്, സ്വാഭാവിക പ്രതിരോധവും ആർജിത പ്രതിരോധവും. അപ്പൊ ഈ ടെസ്റ്റുകൾ പറയാനുണ്ടല്ലോ രോഗത്തിന്, അത് എല്ലാം കൂടി ഒരുമിച്ച് എല്ലാം കൂടെ ആകുമ്പോൾ കൺഫ്യൂഷൻ ആവും, അത് വേറെ ക്ലാസ്സിൽ പറയാം.